നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ചൈനയുടെ വിദേശകാര്യമന്ത്രിയായ വാങ് യി ഇതിനോടകം തന്നെ ബ്രിക്സ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും അതുപോലെ ഇന്ത്യ ചൈന ബാന്ധവം ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കേണ്ടതിൻ്റെ അനിവാര്യത പറയുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇത്തരം സംഘർഷം ഉണ്ടാകുമ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും മുൻകൈയെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഏഷ്യയിൽ ഇന്ത്യയും ചൈനയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ എന്നിരിക്കെ ഇന്ത്യ കൃത്യമായും ഒപ്പം നിന്ന് തങ്ങളോടൊപ്പം നിന്ന് അമേരിക്കയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടാനാണ് താൻ ആഹ്വാനം ചെയ്യുന്നത്. ചൈനയുടെ ആഗ്രഹം അതാണ് എന്നുള്ളതാണ് വാങ് യി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഗാൽവൻ താഴ്വരയിലുണ്ടായ പ്രശ്നങ്ങൾ, ചൈന നടത്തിയ അതിക്രമങ്ങൾ, അതിർത്തിയിലെ ക്രൂരതകൾ, ഇതൊക്കെ ഇന്ത്യ മറന്നിട്ടില്ല. എന്നാൽ അമേരിക്ക ഇപ്പോൾ കാണിക്കുന്ന തിണ്ണമെടുക്ക്, എണ്ണ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുദ്ര പതിപ്പിച്ച് വിട്ടാൽ മാത്രമേ ഇന്ത്യക്ക് അനങ്ങാൻ പറ്റൂ എന്ന രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വാക്കുകൾ, ഇതൊക്കെ ഏതൊരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെയും വ്രണപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് വാങ് യി പറഞ്ഞ കാര്യങ്ങളോട് ഇന്ത്യ വളരെ വ്യക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും റഷ്യയും കൂടി ഇറാനോടൊപ്പം കൂടി ശക്തമായ പിന്തുണ, അത് യുദ്ധമുന്നണിയിൽ തന്നെ ആകണമെന്നില്ല, ശക്തമായ ഒരു നയതന്ത്ര പിന്തുണ കൊടുത്താൽ പോലും അത് ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും താങ്ങാവുന്നതിലും അധികമായിരിക്കും. കാരണം ഇറാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇറാൻ പ്രത്യക്ഷത്തിൽ ഇവരുടെ ആരുടെയും സഖ്യം വേണമെന്ന് ആഹ്വാനമൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിക്വസ്റ്റ് പോലും നടത്തിയിട്ടില്ല. പക്ഷേ വളരെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇറാനോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ അനിവാര്യത, പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സന്ദേശം നൽകിയാൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് വാങ് യി പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ചൈന വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. പ്രത്യേകിച്ചും ഇറാൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാൻ 24 മണിക്കൂറിനകം തീരും, അതിനുള്ള എല്ലാ സകല വിദ്യകളും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ ഇറാനെ നിമിഷ നേരങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ഭൂപടത്തു നിന്ന് തന്നെ ഇല്ലാതാക്കി കളയാം എന്നൊക്കെയാണ് അമേരിക്ക വീമ്പ് പറയുന്നതെങ്കിൽ ആ വീമ്പ് പറച്ചിലിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് മധ്യ ഏഷ്യയിലെ ഇത്തരത്തിലുള്ള പ്രധാന നീക്കുപോക്കുകൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നത്. ഇറാനെ പിടിച്ചു കെട്ടാനൊന്നും അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഇറാൻ അധിക നാൾ യുദ്ധം നീണ്ടുപോകുന്ന രീതിയിൽ ഇറാൻ ഒരു രീതിയിലും വിടാൻ ഉദ്ദേശമില്ലെങ്കിൽ, പ്രത്യേകിച്ചും ഇറാൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമ്പോൾ അവരുടെ പരമോന്നതകാരിയായ ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചിട്ട് ഇത്ര കൂളായി ഡൊണാൾഡ് ട്രംപിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും മുന്നോട്ട് തങ്ങളുടെ രാജ്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറാൻ മറുപടി കൊടുക്കുന്നത് വളരെ ശക്തമായ രീതിയിലാണ്. അമേരിക്കയിലേക്ക് മരണം എന്ന രീതിയിൽ ഖാസിം സോലമൈനി കൊല്ലപ്പെട്ടപ്പോൾ ഇറാൻ ഒരു ആഹ്വാനം നടത്തിയതും ദുഃഖ സൂചകമായിട്ടുള്ള ഒരു വിലാപയാത്ര നടത്തി ഇറാൻ ശക്തമായ പ്രതിരോധം തീർത്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന് ശക്തമായ കാരണങ്ങളുണ്ട്. അതുപോലെ മറ്റൊരു കാരണമാക്കി മാറുകയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ. ഇസ്രായേൽ ഇത് കണക്കൂട്ടുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങളുടെ പോക്ക്.